എനിക്കും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ ഫാൽഗു പെട്ടെന്ന് സേലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അവനും എന്റെ അനന്തരവനാണല്ലോ ഗായത്രിയുടെ മുറച്ചെറുക്കൻ. നിന്റെ സ്വഭാവം എനിക്കറിയരുതോ? അവന്റെ ഇത്തിരി ദമ്പടി കൂടുതൽ കണ്ടോണ്ടല്ലേ നീ അങ്ങോട്ട് ചാടാൻ നോക്കിയത്? അല്ലേലും അമേദ്യത്തിൽ തരി വെറുക്കുന്നവനാണല്ലോ. അയ്യേ, താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ, ഇതിൽ എന്റെ മകൾ ഗായത്രിയുടെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ആ പിന്നെ ഈ മുഹൂർത്തത്തിന് മുമ്പേ നിശ്ചയത്തിന് താരങ്ങ് എത്തിയേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോടോ. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ വിവാഹ നിശ്ചയത്തിന് എത്തും. ആഹാരം കൂടി കഴിച്ചിട്ട് അവിടുന്ന് മടങ്ങും. പോരെ? ഇന്ന് കാലത്താണ് അമ്മാവൻ എന്നെ വിളിച്ചിട്ട് എന്റെയും ഗായത്രിയുടെയും വിവാഹ നിശ്ചയം തീരുമാനിച്ചു വരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്മാവൻ എം ഡിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വിവാഹ നിശ്ചയത്തിന് ക്ഷണിക്കാനായിരിക്കും. ഉറപ്പാ? അതെ, ക്ഷണിക്കട്ടെ. സുഹൃത്തുക്കളാവുമ്പോൾ ക്ഷണിക്കണമല്ലോ. എം ഡി വിവാഹ നിശ്ചയത്തിന് വന്നാൽ നിനക്കതിൽ അഭിമാനിച്ചോടാ. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ എം ഡി നിന്നെ പോലൊരു തന്റെ കല്യാണ നിശ്ചയത്തിന് വരിക എന്ന് പറഞ്ഞാൽ. എടാ മരച്ചിനി, കിഴങ്ങാന്ന് വിളിക്കാൻ മടിയുള്ളൂണ്ടാ. സീതാലക്ഷ്മിയുടെ ഭർത്താവായിട്ടല്ലേ അയാൾ എന്നെ അറിയുന്നത്. എന്ത് നീയും കൊടുങ്ങും, ഞാനും കൊടുങ്ങും, നിന്റെ ഭാര്യയും കൊടുങ്ങും, എന്റെ ഭാര്യ അവൻ പോണോളും കൊടുങ്ങും. ഒരു കാരണവശാലും എം ഡി വിവാഹ നിശ്ചയത്തിന് വരാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. നീ എന്ത് ചെയ്യാൻ പോവാ? അതെനിക്ക് സീരിയസ് ആയിട്ടൊന്നും ആലോചിക്കേണ്ടിരിക്കും. അല്ല, ആ പ്രശ്നം നീ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് സോൾവ് ചെയ്യുന്ന എനിക്കറിയാം. എന്റെ ടെൻഷൻ അതല്ല. ആ ഫൽഗു മൂർഖനാ. എപ്പോ എങ്ങനെ എവിടെ കൂടെ ഇഴഞ്ഞു വന്ന അവൻ കൊത്തുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കിയാലല്ലാതെ നമ്മുടെ മുറപ്പെണ്ണുകളെ നമുക്ക് തിരിച്ചു കിട്ടില്ല. നീ പറയുന്നത് പോലെ ഉടൻ പറവളിലിറങ്ങാൻ അത്ര എളുപ്പമല്ല. ജയിൽ ചാടിയാലോ? അവനെ തട്ടിക്കഴിഞ്ഞാൽ സീതയും കൊണ്ട് ലങ്കയിലേക്ക് കടക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തരാം. ഇനി ഒരു ജയിൽ ചാട്ടം അപകടമാണ്. പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് ഇവിടെ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. പക്ഷേ പെട്ടെന്ന് അവർ ഗായത്രിയുടെ വിവാഹ നിശ്ചയം നടത്തും. നിശ്ചയം നടക്കും, പക്ഷെ വിവാഹം നടക്കില്ല. അതുവരെ ഈ രാഘവനെ അടച്ചിടാൻ ഈ ജയിലിന്റെ മതിലുകൾക്ക് ശക്തി ഉണ്ടാവില്ല. നീ വയ്ക്കോ. ശരി രാഘവ. പ്ലാന്റേഷനിൽ തീ പിടിച്ചു. ആരുടെ? നമ്മുടെ. എപ്പോ? ഇന്നലെ രാത്രി. ഇന്നലെ രാത്രിയോ? ഓ, എങ്കിൽ പിന്നെ മുഴുവൻ കത്തി നശിച്ചാണ്. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം സാർ. എന്തിനാടോ? ചാമ്പല് കാണാനോ? ഫയർ എഞ്ചിനെ വിളിച്ചില്ലടോ? വിളിച്ചു, അവിടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഓ, ഇനി ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? മൂന്നപ്പോ എന്തെങ്കിലും ചെയ്യും. ഞാൻ പോയി നോക്കിയാ പോരാ, സാറും വന്ന് നോക്കണം. അഡ്വക്കേറ്റ് സുകുമാരനാരുടെ മകളുടെ വിവാഹ നിശ്ചയമാണ്. എനിക്ക് അങ്ങോട്ട് പോകണം. വിവാഹ നിശ്ചയമാണോ വലുത്? നമ്മുടെ സ്വന്തം പ്ലാന്റേഷൻ ആണോ വലുത്? പ്ലാന്റേഷൻ കത്തി നശിച്ചില്ലേ? ഇനിയിപ്പോ കല്യാണ നിശ്ചയമാണ് വലുത്. എന്നാലും എത്ര കോടി രൂപയുടെ സമ്പത്താണ് സാർ? അതേടോ, നമുക്ക് വേണേ നിശ്ചയം കഴിഞ്ഞു പോവാം. നിശ്ചയത്തിന് മുമ്പ് പോണം സാർ. മുൻപ് പോയാൽ കത്തിക്കഴിഞ്ഞതൊക്കെ പൂർവ്വസ്ഥിതിയിലാവോ? പോയില്ലെങ്കിൽ. മിസ്റ്റർ മുകുന്ദൻ എന്ത് പറ്റി? തീരെ ലോജിക്കല്ല സംസാരിക്കുന്നല്ലോ. പണിക്കരെ, പുറപ്പെടാൻ സമയമായോ? സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പുറപ്പെടൂ. അയ്യോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു സാർ. പുറകിന്ന് വിളിച്ചല്ലോ. സാർ മുമ്പ് കയറി പോയതുകൊണ്ടല്ലേ. 7 കോടി രൂപയുടെ ഒരു ഓർഡർ നമുക്ക് തരാൻ വേണ്ടി ഗൗഹട്ടി എന്നൊരു പാർട്ടി താജ് ഹോട്ടലിൽ വന്ന് താമസിക്കുന്നുണ്ട്. 11:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ അവർ പോകും. അതിനു മുമ്പ് നമുക്കൊന്ന് പോയി അവരെ കാണാൻ സാർ. സാധ്യമല്ല. ഇനി കല്യാണ നിശ്ചയം കഴിഞ്ഞേ ഉള്ളൂ. എന്തും സാർ, 7 കോടി രൂപയാണ്. കോടികൾ വരും, കോടികൾ പോകും. അതാണ് കോടികളുടെ സ്വഭാവം. മാറി നിൽക്ക്. എങ്കിൽ പിന്നെ ഞാനും കയറാം സാർ. 3 പേര് ഒരുമിച്ച് പോരുന്നതാണ്. അതിപ്പോ ഡ്രൈവർ അടക്കം നമ്മൾ 4 പേരുണ്ട്. ശരിയാണല്ലോ പണിക്കരെ? 4 പേരുണ്ടല്ലോ. ഡ്രൈവർ. അയ്യോ, വണ്ടി വിടല്ലേ. എനിക്ക് എന്തോ പോലെ. ഇപ്പൊ എനിക്ക് എല്ലാം ബോധ്യമായി സാർ. പ്ലാന്റേഷനിൽ തീ പിടിച്ചിട്ടില്ല. 7 കോടിയുടെ പാർട്ടി താജിൽ താമസിക്കുന്നില്ല. അതൊക്കെ ഇന്നലെ കണ്ടൊരു സ്വപ്നമായിരുന്നു. സ്വപ്നം? ആ സ്വപ്നം ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് കുരങ്ങിനെ പോലെ ചാടുകയായിരുന്നു. അപ്പൊ തുടങ്ങിയതാണ് എന്റെ പഴയ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വരൂ. ഹലോ, ഒന്നുകൂടെ. കൺഗ്രാറ്റുലേഷൻ. ഹലോ, അതെ. ഹലോ. ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുക. എന്തായി? പറയുന്നത് മുഴുവൻ കേൾക്കടോ. എം ഡിയെ തടയാൻ മറ്റു മാർഗങ്ങളൊക്കെ പൊളിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കേണ്ടി വന്നു. എങ്ങനെയെന്ന് പറ. എം ഡി ഇപ്പോ ഡോക്ടറുമായി എന്റെ ഹാർട്ടിന്റെ ചർച്ചയിലാ. അതെ, എന്റെ ഹൃദ്രോഗത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ എം ഡിയോട് സ്വപ്നയുടെ ഹാർട്ട് ഓപ്പറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഉടനെ അങ്ങേര് അവളുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള 1.5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി എന്റെ കൈ തന്നു. ഇങ്ങേര് വട്ടനോ അതോ വട്ട് പിടിച്ച ഒരു ദൈവമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
പിന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ? എന്താ കാര്യം? മന്ത്രിക്ക് വരാൻ പറ്റില്ല. ഓഹോ, സാരമില്ല, കല്യാണത്തിന് വന്നാൽ മതി. മന്ത്രിക്ക് വരാൻ പറ്റില്ല എന്ന്. നീ വാ, സമയമായി. മോളെ അങ്ങോട്ട് കൊടുക്കും, ഇതങ്ങോട്ട്. കത്രികയും. മുകുന്ദന്റെ പെങ്ങൾക്കുള്ളത് ഒരു വീക്ക് ഹാർട്ട്, എന്റെ ഉള്ളത് പണം. ഇത് മൂന്നും കൂടി ചേർന്നപ്പോ നടന്നത് ഒരു ഓപ്പറേഷൻ. അതിന് എന്നോട് മാത്രമായിട്ട് നന്ദി പറഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല സാർ, 1.5 ലക്ഷം രൂപ അന്യനായ ഒരാൾക്ക് കൊടുക്കാൻ വലിയ മനസ്സുള്ള ഒരാൾക്ക് കഴിയും. നോക്കൂ മുകുന്ദൻ, എനിക്ക് വട്ടാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതെ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് വട്ടില്ല. ഇല്ല. ബാച്ചിലേഴ്സിനെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ജാതകം ചോദിച്ചു. മൂന്തനും കരുതി കാണും എനിക്ക് വട്ടാണെന്നല്ലേ. എല്ലാത്തിന്റെയും പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്റെ ജാതകപ്രകാരം 2 കൊല്ലത്തിനകം ഞാൻ മരിക്കും. എന്റെ കമ്പനി നിലനിൽക്കണം, എന്റെ മകൾ സുരക്ഷിതയായിരിക്കണം. രണ്ടിനും പറ്റിയ ഒരാളെ എനിക്ക് വേണമായിരുന്നു. കിട്ടി, എനിക്ക് അയാളെ കിട്ടി. ആശ്ചര്യപ്പെടണ്ട, ജാതക പ്രകാരം ഇവിടത്തെ മോൾക്കും മുകുന്ദനും സാർവ പൊരുത്തമുണ്ട്. എന്തു പറ്റി? മുകുന്ദ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാത്തത്. ഏകപ്പെട്ട സ്വത്തുക്കൾ, നല്ല കിളികിളി പോലൊരു പെണ്ണ്. സന്തോഷിക്കൂ. അതെ, സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എന്ത് പക്ഷേ? അത്ര പെട്ടെന്ന് ഇന്നല്ലല്ലോ കല്യാണം. കുറച്ചുകൂടെ നല്ലൊരു ഭർത്താവാണ് അഖിലക്ക് നല്ലത്. മുകുന്ദനാ അവൾക്ക് നല്ലത്. എനിക്ക് ഒരുപാട് പ്രായമായി, അതുകൊണ്ടാ. പ്രായം വേണം, എന്നാലേ പക്വതയുള്ള ഭർത്താവാകാൻ പറ്റൂ. എന്നാ ഞാനിനി ഒരു സത്യം പറയാം സാർ. എനിക്ക് സാറിന്റെ മകളെ ഇഷ്ടമല്ല. വെരി ഗുഡ്. അത്ര പെട്ടെന്ന് മുകുന്ദൻ അവളെ ഇഷ്ടപ്പെടരുത്. അവളുടെ വേഷവും മട്ടും ഭാവവും ഒന്നും എനിക്കും അത്ര ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് മുകുന്ദൻ അവളെ മാറ്റിയെടുക്കണം. അതല്ല സാർ പ്രശ്നം. ഒരു പ്രശ്നമില്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. ഞാനൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. ശങ്കരവാര്യരുടെ മകൾ അഖിലയുടെ ഭർത്താവ് മുകുന്ദൻ തന്നെ. കണ്ണ് രണ്ട് കല്യാണം കഴിച്ച എത്രയോ പേരെ എനിക്കറിയാം. ഒന്ന് നോക്കിയാ നല്ലൊരു പ്രപ്പോസലാണിത്. 2 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇപ്പൊ തന്നെ ഉണ്ട്. തീരെ ഒന്ന് എസ് മൂളിയാൽ മുകുന്ദൻ നാളെ ഒരു കോടീശ്വരനാ. മിണ്ടാതിരിടാ. മനുഷ്യരുടെ തീ ചവിട്ടി നിൽക്കുമ്പോൾ അവന്റെ ഒരു പുളിച്ച തമാശ. എന്റെ അടുത്ത് ചൂടാവുന്ന എന്തിന്? തന്നെ കാലെടുത്ത് തീയിലോട്ട് വെച്ചതല്ലേ. ആ പെണ്ണുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് ഗോൽമാൽ ഗുലുമാല് തന്നെ. നിന്നോട് ചോദിച്ചപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോ എന്ന് നീ പറഞ്ഞല്ലേ? അത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ജഡായി പെണ്ണിന് വേണ്ടി അയാള് ഭർത്താവിനെ തേടിടക്കാന്ന് ഞാൻ അറിഞ്ഞോ? വല്ലാത്ത ഊരാക്കുടുക്കിലാ ചെന്നപ്പെട്ടത്. എല്ലാം തുറന്നു പറഞ്ഞാൽ 2 പേരുടെയും ജോലി പോകും. അത് പോട്ടെന്ന് വെക്കാം. സ്വപ്നയ്ക്ക് ചെലവായ 1.5 ലക്ഷം ഉടനെ കൊടുക്കേണ്ടി വരും. പലതും വിറ്റുപെറുക്കി അതും കൊടുക്കാമെന്ന് വെക്കാം. നുണ പറഞ്ഞതിനുള്ള ശിക്ഷ പിന്നെയും ബാക്കി കിടക്കും. അയാൾ തുളച്ചുകളെ എല്ലാത്തിനെയും. ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. ഒളിച്ചോട്ടം. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കിടക്കുക. സീതയ്ക്കും കൂടെ ഒരു വിസ ഒപ്പിക്കാൻ നോക്ക്. അതൊന്നും അത്ര എളുപ്പമല്ല. എങ്കിൽ പിന്നെ നിനക്ക് ഒരു ഭാര്യയും കൂടെ ഇരിക്കട്ടെ വെക്കാം. ഗോവിന്ദകുട്ടി, പിന്നെ എന്ത് ചെയ്യും? നീ എവിടെ കെട്ടിക്കോ. ഓ, ചെലവാത്ത സാധനമൊക്കെ എന്റെ തലയിൽ കെട്ടി വെക്കാന്നോ? അവളുടെ കാല് പിടിച്ച് പറയുക, വല്ല വിധേന ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ. അതേ ഉള്ളൊരു മാർഗം. എന്തേ? സാർ, പലിശക്ക് പണം വാങ്ങിയാണ് ടിക്കറ്റ് എടുത്തത്. സാർ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ട്രാവൽ ഏജൻസി കുളം തോണ്ടി പോകത്തുള്ളൂ. വിധിയെ തടുക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. എന്റെ വിധി സാറിന് മാറ്റാൻ നോക്കും. എന്റെ പേരും പറഞ്ഞ് വേറെ ആരെങ്കിലും ടിക്കറ്റ് എടുത്താൽ ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? ഇവൻ ആരടാ? ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ പണം മടക്കി കിട്ടുമല്ലോ. പലിശക്ക് പണം എടുത്ത് വാങ്ങിച്ച ടിക്കറ്റ് ആ പലിശ താൻ തരുമോ? താൻ മുകുന്ദൻ എന്താ വിളിച്ചത്? താനെന്നോ? അല്ല സാർ, നമ്മൾ നമ്മളുടെ പ്രശ്നത്തിന് ഇയാൾ കയറി ഇടപെടുന്നതിന്. ഇടപെടുവിടോ. ഇനി അങ്ങോട്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ ചുമതലയും മുകുന്ദനാണ്. എന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് മുകുന്ദൻ. മനസ്സിലായോ? സാറിന്റെ മകളുടെ? അയ്യോ സാർ, ഇയാള് കല്യാണം കഴിച്ചതാ. നിൽക്കുന്ന സ്ത്രീയാ ഇയാളുടെ ഭാര്യ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന സത്യം, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട സത്യം. എന്റെ അമ്മാവ് സാക്ഷിയാണ്. സാറിന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മാവ് വിളിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ എന്തിനാ? 1 മിനിറ്റ് സാർ. പറ, സത്യം പറ. ആ നിൽക്കുന്ന മനുഷ്യനല്ലേ ചേച്ചിയുടെ ഭർത്താവ്? സത്യം പറ, പറ, സത്യം പറ. സത്യം എന്നത് തുറന്ന് പറ. ആ, പറ, 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 സത്യം പറ, പറ. എന്റെ ഭർത്താവ് ആരാണെന്നത് താൻ
ഞാനല്ല നിശ്ചയിക്കേണ്ടത്. ആശ്വാസമായി. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഇപ്പോൾ തീർച്ചയായും സാർ ഗോവിന്ദൻകുട്ടി തന്നെ അവരുടെ ഭർത്താവ്. വളരെ വില കൂടിയ അടിയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയത്. ഈ അടിയോടുകൂടി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇതെന്റെ അമ്മാവനെ കൂടി അറിയിച്ചാൽ എന്റെ എല്ലാ റൂട്ടും ക്ലിയർ ആയി. ഇതെന്താണ് വൃത്തിയിട്ടവൻ. എന്റെ അമ്മേ, കുഴഞ്ഞോ ഈശ്വര? അതുകൊണ്ട് നിന്റെ അമ്മാവൻ എന്റെ MD യെ കാണാൻ പാടില്ല. അഥവാ കണ്ടാൽ തന്നെ അവർ തമ്മിൽ നിന്റെ കാര്യവും എന്റെ കാര്യവും ചർച്ച ചെയ്യുന്ന ഒരു സൗഹൃദ സാഹചര്യം എന്തായാലും ഉണ്ടാവരുത്. ശ്രമിച്ചു നോക്കാം. ഫൽഗു എവിടെ ഉണ്ട്? അത് ശരി, പുറപ്പെട്ട് കഴിഞ്ഞില്ലേ? അമ്മാവനെ ഫൽഗു കാണുന്നതിന് മുമ്പ് നീ കാണണം. എന്നിട്ട് അമ്മാവന് നല്ലൊരു കിസ് കൊടുക്കണം. എടാ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങ്. ഫൽഗുനെ ഞാൻ വഴിയിലിട്ട് ബ്ലോക്ക് ചെയ്തോളാം. ഓക്കെ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കലക്കിക്കോണം. അതാണ് നമ്മുടെ കക്ഷി. ഫൽഗു, ഞാൻ നിന്റെ കത്തിനാണെന്ന്. എന്റെ കത്തിനോ? എനിക്ക് അയാളെ പരിചയം പോലുമില്ല. ആരാ താങ്കൾ? അയ്യോ, എന്താ പ്രശ്നം? എന്താ ഫൽഗു, എവര് പറയാ ഞാൻ ന്യൂയോർക്കിലേക്കുള്ള 50 ടിക്കറ്റിന്റെ കാശും വാങ്ങിയിട്ട് മുങ്ങി നടക്കുകയാണെന്ന്. നീ അതും ചെയ്യും അതിന്റെ അപ്പുറം ചെയ്യും. തല്ലി ചതക്കിനെ. ഞാൻ ഇവനെ പോലെ ട്രാവൽ ഏജൻസി നടത്തുന്നവനാ. എന്നെ പറ്റി വല്ല കംപ്ലൈന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാറിന്റെ പേരെന്തോ? ഐ ആം സേലം ഫൽഗു, പ്രൊപ്പറേറ്റർ ഓഫ് ഗായത്രി ട്രാവൽസ്. അത് ശരി. അപ്പൊ ഇവനാണ് നമ്മുടെ മൊയ്തീന് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് മുങ്ങിയത്. അറിയണ ഇവനെ. പറഞ്ഞതിലും കൂടുതൽ കാശുണ്ട്. ഹാപ്പി ആണല്ലോ? ഒരു പൊട്ടക്കിണർ, അതിനകത്ത് ചിലപ്പോ പ്രാവും കുയിലും കൂടുകൂട്ടിയെന്നിരിക്കും. വിഷം ചീറ്റുന്ന മൂർഖനും അണലിയും കണ്ടെന്നിരിക്കും. പുറമേ നിന്ന് നോക്കുമ്പോ നമ്മൾ ഇതിനെയൊന്നും കണ്ടെന്ന് വരില്ല. അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പൊട്ടക്കിണറാണ് മനുഷ്യ മനസ്സ്. ശങ്കരവാര്യരുടെ മനസ്സാകുന്ന കിണറ്റിൽ എന്തൊക്കെ നിഗൂഢതകളുണ്ടെന്ന് ആരറിഞ്ഞു? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം സാർ. ഈ അവാർഡ് പടം പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. നമ്മൾ കാണുന്നതൊന്ന്, മനസ്സിലാക്കുന്നത് മറ്റൊന്ന്, സംവിധായകൻ ഉദ്ദേശിക്കുന്നത് വേറൊന്ന്, അവാർഡ് കമ്മിറ്റി കണ്ടെത്തുന്നത് ഇതൊന്നുമല്ലാത്തതൊന്ന്. അതുപോലെ ദുരൂഹതകളുടെയും പിടികിട്ടാ വള്ളികളുടെയും ഒരു ഗുഹയാണ് എന്റെ അമ്മാവന്റെ മനസ്സ്. ഇപ്പോഴീ ഗുഹയെ പറ്റി പറയാൻ കാര്യം പറയാം സാർ. അമ്മാവ, വേറൊരാൾ അയാളുടെ മകളുടെ ഭർത്താവാക്കാൻ വേണ്ടി നമ്മുടെ ഗോവിന്ദൻകുട്ടിയെ വലവേശി പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കേട്ടാൽ അമ്മാവന്റെ പ്രതികരണം എന്തായിരിക്കും? തൽക്കാലം ഒരു പ്രതികരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഗോവിന്ദൻകുട്ടിയെ എന്റെ മകളുമായുള്ള വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞതല്ലേ. നിശ്ചയിച്ചതൊന്നും പ്രശ്നമേ അല്ല. ഗോവിന്ദൻകുട്ടിയെ വേറൊരാൾ വേറെ കല്യാണം കഴിപ്പിക്കുന്നു. വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? അങ്ങനെ ഒരുത്തനും ഒന്നും ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോ ഞാനെന്തിന് വെറുതെ റിയാക്ട് ചെയ്ത് എന്റെ റിയാക്ഷൻ വേസ്റ്റ് ചെയ്യണം? അല്ല, അഥവാ സാറിന്റെ ഭാവി മരുമകനെ കുൽസിത മാർഗങ്ങളിലൂടെ ഏതെങ്കിലും തെമ്മാടി സ്വന്തം മരുമകനാക്കാൻ ശ്രമിച്ചാൽ അവന്റെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. വെരി ഗുഡ്. അടിച്ചു പൊട്ടിക്കാൻ എളുപ്പമുള്ള തലയാ. അതെന്ത്? ആള് കഷന്റെയാ. സാറിന്റെ ആത്മാർത്ഥ സുഹൃത്താ. ആരാണ് ദ്രോഹി? ആ ദ്രോഹിയുടെ പേര് പറഞ്ഞാൽ അമ്മാവൻ ഞെട്ടരുത്. അത് മറ്റാരുമല്ല, ശങ്കരവാര്യർ. സുകുമാരൻ നായരോ? താൻ പറഞ്ഞത് സത്യമാണോ? അതെ സാർ. എനിക്കിട്ട് ബർമ്മ വെക്കാൻ മാത്രം വളർന്നോ? സാർ ഇപ്പൊ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം. താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് സുകുമാരന്റെ അന്ത്യം, സത്യമല്ലെങ്കിൽ നിന്റെ അന്ത്യം.